സെലിബ്രേഷനെ നമ്മൾ വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും, പേടിക്കണം. എന്താ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ? ആഘോഷ ദിവസങ്ങൾക്കാണ്, ഡേയ്സിനാണ് നമ്മൾ സെലിബ്രേഷൻസ് എന്ന് പറയാം. എന്താ സെലിബ്രേഷൻ? ആഘോഷ ദിവസങ്ങളാണ്. ആഘോഷ ദിവസം എന്ന ഒന്ന് ബർത്ത്ഡേയുടെ ദിവസമാണ്. ബർത്ത്ഡേന്റെ അന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, കൂട്ടുകാരോടൊപ്പം പുറപ്പെടുക, എന്നിട്ട് എങ്ങോട്ടോ പോവുക. ബർത്ത്ഡേ ആഘോഷിക്കണം, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ബർത്ത്ഡേയുടെ പേരും പറഞ്ഞിട്ട് രാത്രി വെളിപ്പോരിൽ നിന്നിട്ട് കുട്ടികൾ മദ്യപിച്ച് ശീലിക്കുകയാണ്. എത്രയോ കുട്ടികൾ എനിക്കറിയാം. ബർത്ത്ഡേയുടെ ദിവസം ഇത് തുടങ്ങി വെച്ചവർ, വിവാഹത്തിന്റെ തലേ ദിവസം ഇത് തുടങ്ങി വെച്ചവർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, ഈ ഇരിക്കുന്ന ഓരോ ആളുകളുമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കുക. ദീനിയായ ഇതൊരു മദ്രസയാണ്. ഈ മദ്രസയുടെ സ്ഥാപനമായ ഇവിടെ ഇതിന്റെ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതുമായി ബന്ധപ്പെടുത്തി അതിമനോഹരമായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മിനിയാന്ന് നമ്മൾ IAS-കാരന്റെ സിവിൽ സർവീസുകാരന്റെ നാട്ടിൽ പരിപാടിക്ക് പോയപ്പോ ഇതുപോലെയുള്ള മദ്രസയാണ്. ആ മദ്രസയിൽ 7 കൊല്ലം പണ്ഡിതനായി പഠിച്ചിട്ടാണ് സിവിൽ സർവീസ് പാസ്സായിട്ട് ഷാഹിദ് എന്ന് പറയുന്ന എന്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കുട്ടികളെ മതമൂല്യത്തിലൂടെ വളർത്തുക എന്നതാണ്. ആ മതമൂല്യത്തിലൂടെ വളർത്തുമ്പോൾ അവരുടെ ഡക്സ് നമ്മൾ ആലോചിക്കണം. ഇന്നലെ മിനിയാന്ന് ഇവിടെ ഹൈത്തമിക്ക വന്ന് സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും പറഞ്ഞോട്ടെ, നിയോ ലിബറലിസത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം. എന്താണ് പുതിയ പുതിയ കാലഘട്ടങ്ങളിലൂടെ പോകുന്നത് എന്ന്. ഒരിക്കലും നിങ്ങൾ ലോകത്തിലെ ഓരോ സ്ഥലത്തും മതമില്ലെന്ന് പറയല്ലേ. ഇവിടുത്തെ ഏതൊക്കെയോ ആളുകൾ മതമില്ലാത്ത അവസ്ഥകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ 100 കൊല്ലം മുമ്പ് UK-യിൽ ചവറ്റുകുട്ടയിലേക്ക് ഇട്ടതിന്റെ പേരാണ് ലിബറലിസം. 100 വർഷം മുമ്പ് അമേരിക്ക വലിച്ചു കറഞ്ഞ സാധനമാണ് ലിബറലിസം. ഇന്ന് അവിടെ പോയാൽ നിങ്ങൾ അതൊന്നും വല്ലാണ്ട് കാണൂല. ഇന്ന് നിങ്ങൾ US പോ, ഇവിടെ ആരെങ്കിലും പോയവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉള്ളവരോട് ചോദിച്ചു നോക്ക്. കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ റമദാൻ, അടുത്ത റമദാൻ വരാൻ പോവാൻ, ഈ കഴിഞ്ഞ റമദാനിൽ എന്റെ പ്രിയപ്പെട്ട ഒരാൾ സുഹൃത്തിന്റെ മകൻ ഇംതിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാണ്, കഴിഞ്ഞ റമദാനില് US-ലെ ന്യൂയോർക്ക് സിറ്റിയില് മെയിൻ ജാമിയ മസ്ജിദില് റമദാനിൽ ഒരു പിരിവ് നടത്തി. എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യാൻ. അന്ന് പിരിഞ്ഞു കിട്ടിയത് എത്രയെന്നറിയോ? കേട്ടാൽ നിങ്ങൾ അന്തിച്ചു പോകും. 10 ലക്ഷത്തി ചില്ലാനം കോടിയാണ്. 10 കോടിയിലേറെ രൂപയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ പിരിക്കപ്പെട്ടത്. അതാണ് ന്യൂയോർക്ക്. അതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അമേരിക്കയിൽ പോ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പള്ളിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് പലയിടത്തും. അവിടെ ജുമാക്ക് വേണ്ടി സ്ഥലം തരുന്നത് ആരാന്നറിയോ? വെള്ളിയാഴ്ച ജുമാ വരുമ്പോ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് അവിടെ ചർച്ച് വിട്ടു തരുന്നത്. എന്നിട്ട് അവരതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയാണ്. അത്രത്തോളം മാന്യത അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം നമ്മളോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ UK-യിൽ പോ, ഞാൻ പോയിട്ടുണ്ട് അവിടെ പരിപാടിക്കൊക്കെ. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവിടെ. 100 കണക്കിന് പള്ളികളാണ് ഇസ്ലാമിന് വേണ്ടി പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സൊസൈറ്റി വിട്ടുകൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോ, ഞാനും പ്രിയപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പോയിട്ടുണ്ട് അവിടെ. ഈ ചർച്ചിൽ നമ്മൾ പോയിട്ടുണ്ട്. ആ ചർച്ച് ഇപ്പോൾ മസ്ജിദാണ്. ആരും പിടിച്ചടക്കിയതല്ല, ക്രിസ്ത്യൻ സമൂഹം കൊടുത്തതാണ്, ദാനമായി നൽകിയതാണ്, ചിലതൊക്കെ വാങ്ങിയതാണ്. അത്രയും സൗഹാർദ്ദപൂർവ്വമാണ് എല്ലായിടത്തും പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തകർന്നടിയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. നമ്മുടെ മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും കണ്ണൂരിലുമൊക്കെ ദീന് പടിയിറങ്ങുമ്പോ ലണ്ടനിലും അമേരിക്കയിലും ഫ്രാൻസിലും ന്യൂയോർക്കിലും ഇതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതോ കാലഘട്ടത്തിൽ എങ്ങോട്ടോ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങല്ലേ സഹോദര. എന്തൊക്കെയോ ഗോസിപ്പുകൾ കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകല്ലേ. പകരം യശസ്സോടെ നിൽക്കാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുമ്പോ സ്നേഹത്തിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകാം, ഭൗതികപരമായ മാനദണ്ഡം. അതിലൊരു മാനദണ്ഡം ഏതാണെന്നറിയോ? സൗന്ദര്യമുള്ളവരെ സ്നേഹിക്കുന്നു എന്നതാണ്. സൗന്ദര്യത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമാരാണ്? ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളെങ്ങാനും എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ അവർ കൈവിരലിന് പകരം കൈ തന്നെ വെട്ടിമാറ്റുമായിരുന്നേനെ എന്ന്. അത്രയും വലിയ സൗന്ദര്യത്തിന്റെ നിറകുടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രശസ്തിയുടെ പേരിലാണോ നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നത്? ക്രിക്കറ്റിൽ പ്രശസ്തനായതുകൊണ്ട്, ഫുട്ബോളിൽ പ്രശസ്തനായതുകൊണ്ട് നമുക്ക് അവരോട് സ്നേഹം വരുന്നുവോ? അത് ഈ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാകൂ. കിങ് ഓഫ് ഫുട്ബോളിനെ ഇപ്പോൾ നമുക്കറിയില്ല, മജിഷ്യൻ ഓഫ് ഫുട്ബോളിനെ നമുക്കറിയില്ല. അവരെല്ലാം പുറത്തു നിർത്തപ്പെട്ടവരാണ്. അവരെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് കയറിപ്പോകുമ്പോ അവരുടെ പ്രശസ്തികൾ ഇല്ലാതെയാകും. പക്ഷേ ഇപ്പോഴും ബാങ്ക് കൊടുത്തപ്പോ നമ്മൾ നിർത്തി. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കായ മുനാരങ്ങളിൽ നിന്നും
എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പേരുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തന്നെയും എല്ലാ കാലങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നാമമുണ്ട്. മഹ്ശറ വൻസഭയിലും ഒരു പേരുണ്ട്. എല്ലാ നബിമാരെയും എല്ലാം സ്തംഭിച്ചു നിർത്തുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സുജൂദിൽ വീണിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ തലയെ നിങ്ങൾ ഉയർത്തൂ എന്ന് പറയുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ അല്ലാഹു ആയിരിക്കുമെന്ന്. അത്രയും വലിയ പ്രശസ്തിയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഇനി നമ്മൾ ചിലപ്പോൾ ആളുകളെ സ്നേഹിക്കല് ഇങ്ങോട്ട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെന്നൊന്നും തോന്നരുത്. ഖത്തറിലെ നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് പട്ടാര അഷ്റഫ് കയെ പോലെയുള്ള ആളുകൾ ഇതേപോലെ മദ്രസ ഇതൊക്കെ നടപ്പിലാക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഒരു കളിക്ക് വേണ്ടിട്ട് എന്നെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അതൊരു അർജന്റീനയുടെ കളിയായിരുന്നു. അപ്പൊ ഒരു മൂലക്ക നിന്നിട്ട് മെസ്സി ഇങ്ങനെ അടുത്തേക്കൊണ്ട് വരുമ്പോ കുട്ടികളെ വിളിച്ച് പറയുന്നുണ്ട്, മെസ്സിയെ ഇവിടെ നോക്ക്, മെസ്സിയെ ഇവിടെ നോക്ക്. എന്ത് മെസ്സി? ഏത് മലപ്പുറത്തുകാരൻ, ഏത് കോട്ടേക്കാൽ, പിന്നെ കോഴിക്കോട്ടുകാരൻ? മെസ്സിക്ക് ഇതൊന്നും അറിയില്ല. മെസ്സിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ആളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന്. ഞാനൊരു മൂലക്ക് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മെസ്സിയെ ഇങ്ങോട്ട് നോക്കുന്നൊക്കെ. മെസ്സിക്കറിയില്ല സഹോദര, മെസ്സിക്കറിയില്ല സഹോദരി, നിങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ 1400 കൊല്ലം മുമ്പേ, നമ്മളൊക്കെ ജനിക്കുന്നതിനും 1400 കൊല്ലം മുമ്പ് നമുക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായിട്ട് നമ്മൾ അറിയാം, വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉമ്മത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാലഘട്ടത്തിൽ ഒരു ഉമ്മത്ത് വരും, എന്നെ കാണാതെ അവർ സ്നേഹിക്കുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഏത് മാനദണ്ഡമാണ് നമ്മൾ വെച്ചു നോക്കുന്നതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റണമെന്നതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ മക്കളെ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. ഇനിയുള്ള കുറഞ്ഞ സമയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. എന്തെങ്കിലുമല്ല ഞാൻ പറയുന്നത്, ഇനിയുള്ള കാലം വിദ്യാഭ്യാസത്തിൻ്റെതാണ്. ഞാൻ ഇന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ 8 കുട്ടികളുണ്ടായിരുന്നത് IIM കാലിക്കറ്റിലെ ചെന്നൈയിലെ മക്കളാണ്. അഥവാ IIMന്റെ CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതിയിട്ട് കയറിയ മക്കളാണ്. എന്ത് പൊളൈറ്റ്നസ്, എന്ത് രസകരമായ വർത്തമാനം. അവർ 24 മണിക്കൂർ മൊബൈലിൽ കളിക്കുന്നവരല്ല, ബുദ്ധിരാക്ഷസന്മാരാണ് അവര്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പഠിക്കുന്നവർ. ഇനി നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത് CAT എക്സാം എഴുതി IIM-ലാണ്. അതേപോലെ തന്നെ JEE എഴുതി ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് പോകേണ്ടത് നേരെ നമ്മുടെ NIT-യിലേക്ക്, IIT-യിലേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നീറ്റ് എഴുതി പോകേണ്ടത് മെഡിക്കൽ കോളേജിലേക്കാണ്. ഇങ്ങനെ മാത്രം പോയാൽ പോരാ. ഈ മഹലിൽ നിന്നും ഇനി കേൾക്കേണ്ടത്, പണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹറും അതേപോലെ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലും ഒക്കെ കടന്നുപോയതുപോലെ ഓക്സ്ഫോർഡിന്റെ, കാംബ്രിഡ്ജിന്റെ, ടെക്സസിന്റെ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ സന്തതികളായി നമ്മൾ എത്തണം. ആരും അതിൽ ഭയപ്പെടേണ്ട. പ്രത്യേകിച്ച് ഞാൻ എന്റെ ആൺകുട്ടികളോടാ പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് UK-യിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകാൻ സത്യത്തിൽ ഒരുപാട് പൈസ വേണമെന്നാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമുക്കതിന്റെ ഏജൻസിയുമില്ല, നമുക്കതിന്റെ ഒരു കുന്തവുമില്ല. അതുകൊണ്ട് പറഞ്ഞോട്ടെ, പൈസ കൊടുത്തിട്ട് ദയവേത് നിങ്ങൾ പോകരുത്. ഏജൻസിക്ക് 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ യൂട്ടിലൈസ് ചെയ്ത് ടെസ്റ്റുകൾ എഴുതി പോവുകയാണെങ്കിൽ ഒരു നയ പൈസയില്ലാതെ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. പ്രിയപ്പെട്ട നക്കാബ് ധരിക്കുന്ന കുട്ടികളോട്, ഇവിടെ ചിലപ്പോൾ ക്യാമ്പസിൽ നക്കാബ് ഒരു ചർച്ചയാണ്. കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും നിങ്ങൾക്ക് നക്കാബ് ഇട്ടിട്ട് പഠിക്കാവുന്നതാണ്. ലോകത്തിലെ ഉന്നതമായ കലാലയങ്ങളിൽ നക്കാബ് ചർച്ചയല്ല. ലോകത്തിലെ ഉന്നതമായ കലാലയങ്ങളിൽ നിങ്ങൾ അവിടെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അതിന്റെ വീര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൽ എവിടെ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. പക്ഷെ പഠിച്ചു വരുമ്പോ ജൗഹർ വന്നതുപോലെ, ഇക്ബാൽ വന്നതുപോലെ വീണ്ടും ആ ദീനിന്റെ മോശയിൽ തന്നെ തിരിച്ചു വരാൻ നമുക്ക് പറ്റണം. അങ്ങനെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ഉന്നതമായ കലാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകട്ടെ. ഇനി ഈ മഹല്ല് ഇവിടത്തെ പ്രിയപ്പെട്ട, ഇവിടത്തെ തുരുത്തി റൗദത്തുൽ മദ്രസയുമായി ബന്ധപ്പെട്ട ഈ ജമാഅത്ത് ഇനി നടപ്പിലാക്കേണ്ടത് എന്താണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഓഗസ്റ്റ് കഴിഞ്ഞാൽ, മാസങ്ങൾ കഴിയുമ്പോ നമുക്ക് വരുന്ന ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റാണ് ഏത്? നമ്മൾ നാഷണൽ ലെവലിൽ നടക്കുന്ന, ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ ചെയ്യിപ്പിക്കണം. JNU യൂണിവേഴ്സിറ്റിയിലേക്ക്, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്, അതേപോലെ തന്നെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലേക്ക്, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലേക്ക്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ടെസ്റ്റുകൾ എഴുതി നമ്മുടെ കുട്ടികൾ പോകണം. എന്തിനാണെന്നറിയോ? കേവലം വിദ്യാഭ്യാസത്തിനാകരുത്. ഇവരെല്ലാം പോയി അവിടേക്ക് എത്തുമ്പോഴും നമ്മുടെ കുട്ടികൾ അവിടെ എത്തണം. ഇവിടെ ഉസ്താദ് ഇരിക്കുന്നു, അവിടെ ഉസ്താദുമാരിയ്ക്കുന്നു. നമുക്ക് സാധാരണ ഫത്വൽ മുഈൻ ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ റഹ്മത്തുള്ളാഹി അലൈഹി
ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കിതാബ് മാത്രമാണ്. എന്നാൽ അത് ഹുദവിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മഹ്മൂദ് ഹുദവിക്ക് അതൊരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. ഇതേ പഠിച്ച കിതാബ് തന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് നെതർലാൻഡ്സ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുമ്പോൾ നെതർലാൻഡ്സ് യൂണിവേഴ്സിറ്റി 1.5 കോടി സ്റ്റൈപ്പൻഡ് ആണ് കൊടുക്കുന്നത്. ഇതേ ഫത്വൽ മൊയ്ന്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അന്ന് ഹൈന്ദവരെയും എല്ലാവരെയും മാനിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ആ കിതാബ് എഴുതിയത് എന്തുകൊണ്ട് എന്ന പ്രസ്താവനക്കാണ് 1.5 കോടി സ്റ്റൈപ്പൻഡ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ദീനീ പഠനത്തിലൂടെ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഒരിക്കലും ഇതേപോലെ തന്നെ BBC-യിൽ പോയപ്പോ, BBC എന്ന് എല്ലാവരും ഉലമാക്കളാവുക, ഹാഫിലിങ്ങളാവുക സാധ്യമല്ല. അതുകൊണ്ട് ഇനി ഭൗതികമായി പഠിക്കുന്നവരോട് ഞാൻ പറയുന്നത്, അവിടെ പോയപ്പോഴും ഒരു ഹുദവിയാണ്. അഥവാ BBC-യിൽ അവിടുത്തെ ഇംഗ്ലീഷിലെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് അറബിയിലേക്ക്, പ്രത്യേകിച്ച് അത് സൗദിയിലേക്ക് തർജ്ജമ ചെയ്യുന്നതും ഒരു ഹുദവിയാണ്. അങ്ങനെ നമ്മുടെ മക്കള് എല്ലാ അർത്ഥത്തിലും മതഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഇവിടെ നമ്മുടെ മദ്രസകൾ ഒരുങ്ങുമ്പോ, ദീനീപരമായ എല്ലാ മുന്നേറ്റങ്ങളും നമ്മൾ നടത്തുമ്പോ ഭൗതികാർത്ഥത്തിൽ നമ്മൾ ഉയർന്നുയർന്നു പോകട്ടെ.